LDF-ലെ സീറ്റ് വിഭജനത്തിൽ RJDക്ക് കടുത്ത അതൃപ്തി. കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. RJD സംസ്ഥാന നേതൃയോഗം ശനിയാഴ്ച കോഴിക്കോട് ചേരും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, എന്താണ് RJDക്ക് ഈ ഒരു അതൃപ്തി ഉണ്ടാകാനുള്ള കാര്യം? ഇതിൽ LDF നേതൃത്വം എന്താണ് RJDയോട് പറയുന്നത്? സ്വാതി, നിലവിൽ 3 സീറ്റുകളിലാണ് RJD മത്സരിക്കുന്നത്. കൂത്തുപറമ്പ്, കൽപ്പറ്റ, വടകര. ഇതിന് പുറമെ മറ്റ് 3 സീറ്റുകൾ കൂടി വേണം എന്നുള്ളതാണ് RJD ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊടുവള്ളി, തിരുവനന്തപുരത്ത് കോവളമോ നെയ്യാറ്റിൻകരയോ കാട്ടാക്കടയോ അതിലേതെങ്കിലും ഒരു സീറ്റ് നൽകുക. തൃശൂർ ജില്ലയിൽ ചാലക്കുടി. ഈ 3 സീറ്റുകൾ കൂടി വേണമെന്നതായിരുന്നു RJD കഴിഞ്ഞ ദിവസം LDF-ൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് CPIM സ്വീകരിക്കുന്നു. ഒരു സീറ്റ് പോലും വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് CPM നേതൃത്വം RJDയെ അറിയിച്ചിട്ടുള്ളത്. ഇതിലാണ് കടുത്ത അതൃപ്തി ഉണ്ടായിട്ടുള്ളത്. നിലവിൽ RJD നാലാമത്തെ വലിയ പാർട്ടിയാണ്. 68 സീറ്റുകളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കുറഞ്ഞ സീറ്റുള്ള JDS-ന് ഇപ്പോൾ ISJDക്ക് 40 സീറ്റ് മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുള്ള അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ള തങ്ങൾക്ക് 6 സീറ്റ് അനുവദിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെയൊരു നിലപാട്, അങ്ങനെ സീറ്റ് നൽകാൻ കഴിയില്ല എന്നത് CPM പറഞ്ഞതാണ് ഇപ്പോൾ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുള്ളത്. ഈ വരുന്ന ശനിയാഴ്ച കോഴിക്കോട് വെച്ച് യോഗം ചേരുന്നു. അതിൽ ഒരു വിഭാഗം നേരത്തെ തന്നെ ഇവർ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് LDF വിടണം എന്നുള്ളത്. എന്തായാലും കൂടുതൽ സീറ്റ് നൽകുന്ന ഒരു സാഹചര്യമില്ല എങ്കിൽ മുന്നണിയിൽ തുടരേണ്ടതില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. അതിനോട് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളതും വളരെ നിർണായകമാണ്.